എല്ലാവർക്കും അൽദാർ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. വീട് വർക്ക് നടക്കണം എന്നറിയാലോ. അപ്പോൾ ഞാൻ ഇതുവരെ 10-30 വർഷം താമസിച്ചിരുന്ന വീട് ഇപ്പോൾ പൊളിച്ച് ഞങ്ങളിപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് താമസം മാറാൻ നേരത്തെ ഡേറ്റൊക്കെ കണ്ട് ആഗസ്റ്റ് ആദ്യ വാരത്തിൽ ഇനാഗുറേഷനൊക്കെ തീരുമാനിച്ച് പ്രകൃതിയായിട്ട് പണി നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ വർക്കിംഗ് വീഡിയോ ഒന്ന് ചെയ്യാൻ നേരിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞാനതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ നിലവിൽ ഇതിൻ്റെ മുന്നേ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം നമ്മളെ വീടും കാര്യങ്ങളും നിന്നിരുന്ന ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ തികച്ചും മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാം. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 10-30 വർഷം നമ്മൾ ആർത്തുല്ലസിച്ച് ജീവിച്ച നമ്മുടെ വീട് പൊളിക്കുക എന്നുള്ള സങ്കടവും അതിലുപരി സന്തോഷം, നമ്മൾ സ്വപ്നഭവനം പണി പൂർത്തിയായി കാണുക എന്നുള്ളൊരു സന്തോഷമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 30 വർഷത്തോളം ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ നിലവിലുള്ള വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പൊളിച്ച് ഇപ്പോൾ അതിൻ്റെ മുറ്റം വർക്കും കാര്യങ്ങളൊക്കെ പ്രകൃതിയായിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണുള്ളത്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാലാവസ്ഥ വളരെ മോശമായതിനാൽ പുറം ഭാഗം തൽക്കാലം പെയിൻറ്റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉൾഭാഗത്തിലൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പലവിധം പണിക്കാരാണ് വീട്ടിൽ. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഞാൻ ഡീറ്റെയിലായിട്ടൊന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ പുറം ഭാഗം. ഈ ഭാഗത്തായിട്ടൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. അതിപ്പോൾ പേപ്പർ ഇട്ട് പൊതിഞ്ഞിട്ട് ഡീറ്റെയിലായിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ബാക്കിലോട്ട് അങ്ങനെ ഒരു ഭാഗം ബാക്ക് ഭാഗത്തായിട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് നടന്നുകൊടുക്കുന്നുണ്ട്. ഞാനതിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് നമ്മൾ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇരുവശങ്ങളിലായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല അതിവിശാലമായൊരു മുറ്റം നമുക്കിവിടെ ഫ്രണ്ടേജിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ മൊത്തം മാറ്റി മറിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഉൾഭാഗത്തെ കാഴ്ചകൾ കാണാം. ഇത് ഇവിടെ മേലെ ടെറസിൽ നിന്നും വെള്ളം വരുന്നൊരു പൈപ്പാണ്. അത് നമ്മൾ ജസ്റ്റ് ഒരു പൈപ്പ് വെക്കുന്നത് ഒരു ബോറാവെന്ന് കരുതിയിട്ട് ഒരു പാറ്റേൺസ് ഡിസൈൻ ആക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഉമ്മറ തന്നെ വെള്ളം ശക്തിയിൽ ചാടുന്ന ഒരു സംഭവം ഒഴിവായി കിട്ടും. ഇവിടെ നമ്മളൊരു പ്രൊഫൈലായിട്ടും ചെറിയൊരു പാർട്ടീഷൻ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ മോനാണ്. എൻട്രൻസിൽ നമ്മൾ സ്റ്റോൺ മൈക്കയും ഗോൾഡൻ മൈക്കൊക്കെ വെച്ചിട്ട് ഡിസൈൻ ആക്കിയിട്ട് ഒരു പാറ്റേൺ ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉൾഭാഗത്തോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് കയറി വരുമ്പോൾ ജസ്റ്റ് ഒരു ലിവിങ് ആണ്. ഒരു ഡബിൾ ഹൈറ്റ് ഫീലിലാണ് നമ്മളിവിടെ ഹാളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലൈറ്റ് വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് ഫിറ്റായിട്ടുണ്ട്. ചെയറിൻ്റെ വർക്ക് നടന്നുകൊടുക്കുന്നു. ഇതൊരു ഓപ്പൺ കിച്ചണാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ബാക്കി വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു വർക്കിംഗ് കിച്ചണാണ്. മോഡുലാർ കിച്ചൻ്റെ ചാരിട്ടനാണ് നമ്മളെ മാസ്റ്റർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ റൂമിൻ്റെ ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹെഡ് ഭാഗങ്ങൾ നമ്മൾ സ്റ്റോൺ മൈക്ക് ഗോൾഡൻ മൈക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു പാറ്റേൺ ഡിസൈനൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അലമാരയുടെ ഡോർ ഊരി വെച്ചിട്ടുണ്ട് സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് ഡോറാണ് വരുന്നത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ വരാനാണ് ഒരു പ്രൊഫൈൽ യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് മാസ്റ്റർ ബെഡ്റൂമിലും കിച്ചണിലൊക്കെ ഉള്ളത്. കോമൺ ഏരിയയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു സ്വിമ്മിംഗ് പൂള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കിവിടെ ഒരു വാഷ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഒക്കെ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തതിനാൽ തന്നെ കംപ്ലീറ്റ് വർക്ക് കഴിയാതെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇത് മറ്റൊരു ബെഡ്റൂമാണ് നമ്മുടെ വീട്ടിലെ. ജസ്റ്റ് ഒരു കിങ് സൈസ് ബെഡും ഇരു ഭാഗങ്ങളായിട്ട് സൈഡ് യൂണിറ്റുകൾ, സൈഡ് ബോക്സ് യൂണിറ്റുകൾ. അത് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിൽ അലമാര സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അത് ഗ്ലാസ് ഡോറാണ്. ഇതാണ് സംഭവം. നമുക്ക് പണി കഴിയുന്ന വർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീട് നിൽക്കുന്നത് ഒരു ഉയർന്ന പ്രദേശമായതിനാൽ തന്നെ നമ്മൾ മൊത്തത്തിൽ മണ്ണെടുത്ത് നീക്കാതെയാണ് നമ്മൾ വീടിൻ്റെ സ്ട്രക്ചർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു 5 അടി ഉയരത്തിലൊരു സ്റ്റേജ് പോലൊരു ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധിച്ചിട്ടൊരു കിഡ്സ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിന് നമ്മളങ്ങനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു സൗകര്യം അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 അടി ഉയരത്തിലുള്ള ഭാഗം നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിശാലമായൊരു TV യൂണിറ്റും അതിനോടനുബന്ധിച്ച് നമുക്കിവിടെ ഒരു സോഫ സെറ്റ് ചെയ്യുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രൊഫൈൽ യൂണിറ്റ് വെച്ചിട്ടൊരു വുഡൻ പാറ്റേണൊക്കെ നമ്മൾ സീലിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വീടിൻ്റെ വ്യൂ വളരെ ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ജസ്റ്റ് ഞാൻ കാണിക്കാം. വളരെ വിശാലമായൊരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ കിട്ടുക. ഈ ഭാഗങ്ങളിലായിട്ട് നെക്സ്റ്റ് ബെഡ്റൂമിൽ കിഡ്സ് ബെഡ്റൂമാണ്. എനിക്ക് 2 മക്കളാണ്. വലിയ മകനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. അതിൻ്റെ താഴെ ഒരാൾ അതേപോലത്തെ ഒരാളും കൂടി ഉണ്ട്. അവർക്ക് 2 ആക്കും പാടെ ഉള്ളൊരു യൂണിറ്റാണത്. താഴെ ഒരു 6:3 മേലെ ഒരു 6:3 ബെഡ് സെറ്റ് ചെയ്തിട്ടാണ്. ഇരുവർക്ക് പോയിട്ട് ഓരോ സ്റ്റോറേജുകളും കയറി പോകാനായിട്ടുള്ള പടികളും അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോറേജുകളൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചതാണ്. അവർക്ക് ഉല്ലസിക്കാൻ ഉലാത്താനായിട്ട് ഇവിടെ നമുക്ക് നല്ലൊരു ഗാർഡൻ വിത്ത് മുറ്റം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ കണക്ഷൻ അൺബോക്സ് ചെയ്യുകയാണ് നമ്മളെ കുട്ടി. മ്യൂസിക് സിസ്റ്റം നമ്മൾ എല്ലാ റൂമുകളിലും ഓരോ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളുകളിലും കിച്ചണുകളിലൊക്കെ ആയിട്ട് അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ കുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലൊരു ഗസ്റ്റ് ബെഡ്റൂം ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച കൂടി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വരാം. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ട് നമ്മൾ റബ്ബൂട്ടിൻ്റെ പലക ചെയ്തിട്ടാണ് സ്റ്റെപ്പാക്കിയിട്ടുള്ളത്. ഇതും തന്നെ ഹാൻഡ് റെയിൽ നമ്മൾ ഇരുമ്പിൽ സെറ്റ് ചെയ്തിട്ട് അതിൽ മൾട്ടിവുഡ് പാക്ക് ചെയ്ത് അതിനെ വെനീർ പാക്ക് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ട് ചെയ്തത് ഒരു ഫീലാണ്. പക്കാ മരമായിട്ട് തോന്നും. എന്നാൽ സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഡബിൾ സ്ട്രോങ്ങിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ കോമൺ ബാൽക്കണി. കോമൺ ബാൽക്കണി എന്ന് പറയാൻ കാരണം നമുക്ക് മേലെ ഒറ്റ റൂമുള്ളൂ. ആ റൂമിൽ നിന്ന് ജസ്റ്റ് ഒരു ബാൽക്കണി ഉണ്ട്. അതിൻ്റെ ഒരു വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം. ഗസ്റ്റ് ബെഡ്റൂമാണിത്. ഗസ്റ്റ് ബെഡ്റൂമിൽ വലിയൊരു വാൾഡ്രോബ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് വിൻഡോസാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഇത് ഹൈറ്റുള്ളൊരു റൂമായതിനാൽ തന്നെ ഫ്രെയിമിലായതിനാൽ തന്നെ ഹൈറ്റ് അത്യാവശ്യം നല്ല കിട്ടിയ സ്ഥിതിക്ക് ആ ഹൈറ്റിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് മുകളിലൊരു ബാൽക്കണി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് റൂമിലുള്ളവർക്ക് മാത്രമായിട്ട് ലഭിക്കുന്നൊരു പ്രൈവസി ബാൽക്കണിയാണ്. അത് അതിൻ്റെ ജാളി കോണിപ്പടി കയറി പോകുന്ന കാഴ്ചയാണത്. മുകളിൽ കാലാവസ്ഥ റോങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ മലനിലവാരം അത്യാവശ്യത്തിന് കാണാമായിരുന്നു. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ലൊരു കാളികാവ് മലനിരകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പണി കഴിഞ്ഞ സ്ഥിതിക്ക് മൊത്തത്തിൽ നമ്മളെ ചാനലിൽ വിടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ എത്തിൻ്റെ ഒരു 15-16 ദിവസം കൂടി നമ്മുടെ വർക്കിനുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മൊത്തം മാറ്റി മറിച്ച് ഇൻഷാ അല്ലാഹ് ഈ പുതിയ വീട്ടിലോട്ട് താമസം മാറണം എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കുക. മാക്സിമം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഒന്ന് അറിയിക്കുകയാണ്.
വീടിൻ്റെ വർക്ക് തീരുന്ന വർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യണം. ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ വീട് തന്നെ ആകുമ്പോൾ പ്രൈവസി, ഇപ്പോൾ ഒരുപാട് പണിക്കാരും കാര്യങ്ങളും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വർക്ക് തീരുന്ന വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. തൽക്കാലം ഇന്നത്തേക്ക് നിർത്തട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ, താങ്ക് യു.